ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും താമസിച്ചു. അതുകൊണ്ടാണ് വീഡിയോ ഇച്ചിരി ലേറ്റ് ആവുന്നത്. ഇന്നുകൂടെ ഇങ്ങനെ ക്ഷമിക്കുക. ഓക്കെ, എനിക്കറിയാം നിങ്ങൾ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണെന്നുള്ള കാര്യം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ മാർക്കറ്റിലോട്ട് വരാം. കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല. മാർക്കറ്റ് ഇന്ന് എന്തായിരുന്നു സംഭവിച്ചത്? ഒരു ചെറിയ ഗ്യാപ്പ് അപ്പിലായിരുന്നു അല്ലേ? ചെറിയ ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് പോരുന്നു. 21-ാം തീയതി എന്ന് പറയുന്നത് ഇതല്ലേ, ഇത് 9:30 ഇതാ ഈ ക്യാൻഡിലായിരുന്നു ഇന്നത്തെ ക്യാൻഡിൽ. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് നമ്മൾ പറഞ്ഞ ആ റേഞ്ചിനകത്ത് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് നേരെ താഴോട്ട് വന്നു. നമ്മുടെ മെയിൻ ലൈൻ സപ്പോർട്ട് എടുത്തു, വീണ്ടും നേരെ തിരിച്ചു പോയി, നേരെ താഴോട്ട് വന്നു. നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്ത ഒരു സെറ്റപ്പായിരുന്നു അല്ലേ. നമുക്ക് ഒരു ചെറിയൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടി. നമ്മൾ അപ്പം തന്നെ അവിടുന്ന് സംഗതി സ്ഥലം കാലിയാക്കി അല്ലേ. നമ്മൾ 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് കിട്ടിയ ചാൻസ് നമ്മൾ എന്ത് ചെയ്തു? യൂട്ടിലൈസ് ചെയ്തു. അപ്പം അതിനുശേഷം മാർക്കറ്റ് നേരെ താഴെ വന്ന് നമ്മൾ പറഞ്ഞ ലൈനിൽ 12.060 വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് അവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്തു ഇല്ലേ. ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു നേരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈനിൽ വന്നിട്ട് മാർക്കറ്റ് ഇവിടെ കൺസോൾട്ടേഷൻ ആയിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഇന്നത്തെ ഒരു മർബോസിൻ്റെ കേസ് കേട്ടോ. അത് ഞാൻ പറയാം. അതിനും ഞാൻ ഓൾറെഡി ഇതിൻ്റെ മർബോസിനെ പറ്റി ഞാൻ ഓൾറെഡി വീഡിയോ ഒരെണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട്, വിശദമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, നിങ്ങളത് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അതിന് കൂടെ തന്നെ ഞാനിപ്പം അത് വിശദീകരിക്കും കൂടി ചെയ്യാം. അതിനു മുമ്പ് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്ത് 12.060 മെയിൻ സപ്പോർട്ടായിരുന്നു. അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ചെയ്തു ഇല്ലേ. പതുക്കെ മാർക്കറ്റ് പോയി. ഒറ്റയടിക്ക് മാർക്കറ്റ് കയറി പോയായിരുന്നു. കയറി വീണു മേലോട്ട് മാർക്കറ്റ് പോയതിന് ശേഷം ഒരു കൺസോളിഡേഷൻ നടത്തി. അപ്പം ഞാൻ കൺസോളിഡേഷൻ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ ബോക്സ് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്യണം ഇല്ലേ. ഒന്നും മേലോട്ട് ബ്രേക്ക് ചെയ്യണം, ഒന്നും താഴോട്ട് ബ്രേക്ക് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ താഴോട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും, അപ്പം ഞാൻ ഇവിടെ ഇപ്പം നിങ്ങളുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു, വീണ്ടും തിരിച്ച് ഈ ബോക്സിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ താഴോട്ട് ഒരു ട്രേഡ് നോക്കാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശരിയല്ലേ? അപ്പം ഇനിയിപ്പോൾ അടുത്ത ചോദ്യം നിങ്ങൾ ചോദിക്കും, ഇവിടുന്ന് മാർക്കറ്റ് താഴെ വീണപ്പം ഇവിടെ മർബോസു കണ്ടു, അപ്പോൾ എന്തുകൊണ്ട് അന്നേരം മർബോസിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അന്നേരം ഇപ്പം മർബോസിൻ്റെ കാര്യം എന്താ പറയാന്ന് വെച്ചാൽ മാർക്കറ്റ് ഇവിടുത്തെ നേരെ താഴോട്ട് വന്നു. പക്ഷെങ്കിൽ ഇവിടെ ഒരു കൺഫർമേഷൻ, എപ്പോഴും നമ്മളൊരു മർബോസു എൻട്രിയിൽ കയറുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ വേണം. എന്താ കൺഫർമേഷൻ? ഇവിടെ നോക്കി, ഇതൊരു മർബോസുമാണ്, ശരിയാണ്. മാർക്കറ്റ് ഞാൻ എപ്പോഴും ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് താഴേന്ന് മുകളിലോട്ട് കയറിയിട്ട് മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന ഒരു സിനാരിയോയിലാണ് നമ്മളൊരു ബെയറിഷ് മർബോസിനെ പറ്റി ചിന്തിക്കുന്നത്. കാണുവാണ് നമ്മളവിടെ ഒരു എൻട്രി പരിഗണിക്കുന്നത്. ഓക്കെ, അല്ല താഴെ ഏറ്റവും ബോട്ടത്തിൽ കിടക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു ബെയറിഷ് മർബോസ് കൊണ്ട് അതിന് മണ്ടയ്ക്ക് ചാടി കയറിയിട്ട് യാതൊരു കാര്യമില്ല. നമുക്ക് അത് ഒരു സെക്കൻഡ്, താഴെ വീണ് കിടക്കുന്ന മാർക്കറ്റിനകത്ത് നമ്മളൊരു മർബോസ് കൊണ്ടിട്ട് ചാടി കയറിയിട്ട് യാതൊരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ കറക്റ്റ് സെറ്റപ്പ് നോക്കും. നമ്മൾ എവിടെ ഒരു എൻട്രി എടുത്താലും നമ്മൾ ആദ്യം നമ്മുടെ സെറ്റപ്പിന് ഒക്കുമോ ഇല്ലയോ എന്ന് നോക്കണം. നമ്മുടെ അന്നേരത്തെ സിറ്റുവേഷൻ നോക്കണം. മാർക്കറ്റിൻ്റെ അന്നേരത്തെ സിറ്റുവേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ ക്യാൻഡിലിൻ്റെ സ്വഭാവം വെച്ചിട്ടാണ് നമ്മളൊരു എൻട്രി എടുക്കുന്നത്. അപ്പം ചോദ്യം, ഇവിടെ എന്തുകൊണ്ട് മർബോസു എൻട്രി എടുത്തില്ല എന്നുള്ളത്. ഓൾറെഡി നമുക്ക് ഇവിടുന്ന് ഒരു ഫോൾ, ഇവിടുന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫോൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ നിങ്ങൾ ട്രേഡ് എടുത്തു. പക്ഷേ ഈ ട്രേഡ് എൻ്റെ കണക്കില്ലാത്ത ട്രേഡാണ്. ഞാൻ ട്രേഡ് പറഞ്ഞത് ഇവിടെയാണ് ട്രേഡ് പറഞ്ഞത് അല്ലേ. അപ്പം നമ്മൾ ട്രേഡ് എന്തുകൊണ്ട്, അപ്പോൾ ഈ മർബോസ് കണ്ടു. ഓക്കെ, ഈ മർബോസ് എന്തുകൊണ്ടെടുത്തു? നമുക്ക് ഇവിടെ ഒരു മർബോസ് മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് മേളി വന്നതിന് ശേഷം ഇവിടെ ഒരു മർബോസ് ഫോമായി. അപ്പോൾ എന്തുകൊണ്ട് എൻട്രി എടുത്തില്ല? ആ എൻട്രി എന്നോട് എടുക്കുക വെച്ചാൽ നമ്മൾ ഇതിന് ശേഷം വീണ്ടും ഒരു ഫോളാണ് വന്നത് ഇല്ല. ഈ ഒരു മർബോസ് വീണു, ഇതിന് ശേഷം വീണ്ടും ഒരു ഫോൾ. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഇല്ല, ഈ മാർക്കറ്റിന് വീണ്ടും താഴോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? അത് ശരിയാണോ ഇല്ലെന്ന് പരിശോധിച്ച് ഇവിടെ നോക്കിക്കേ, ഇവിടെ നേരെ വന്നു, അടുത്ത വീണ്ടും ഒരു ക്യാൻഡിൽ വേണം. പക്ഷെങ്കിൽ ഇപ്പോൾ നമ്മളിവിടെ എൻട്രി എടുത്ത് വിചാരിച്ചു, ഈ മർബോസ് കണ്ടുകൊണ്ട് നിങ്ങൾ അടുത്ത ക്യാൻഡിൽ ഇവിടെ എൻട്രി എടുത്തു എന്ന് വിചാരിച്ചു. എൻട്രി എടുത്തു, മാർക്കറ്റ് നേരെ താഴോട്ട്. അപ്പോൾ നിങ്ങൾ ചോദിച്ചു ഭീകരമായ ഫോളാന്ന് വിചാരിച്ചാണ്. നേരെ മാർക്കറ്റ് വന്നു, അടുത്ത ക്യാൻഡിൽ അതുപോലെ തന്നെ മാർക്കറ്റ് തിരിച്ചു കയറി. ഈ മർബോസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ?
ഇല്ല. കാരണം എന്താ? നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. മാർക്കറ്റ് വീഴുന്നു താഴോട്ട്, അടുത്ത ക്യാൻഡിൽ പടപടേ താഴോട്ട് ക്യാൻഡിൽ വീഴുന്നു. നമുക്ക് അത് ഒരു മാർക്കറ്റിൻ്റെ ഒരു പെട്ടെന്ന് ഒരു വലിയ സെല്ലിംഗ് പ്രഷർ വന്ന് മാർക്കറ്റ് താഴോട്ട് പോകുന്നുള്ളതല്ലാതെ നമുക്കിതൊരു കൃത്യമായ സെറ്റപ്പ് ഇല്ല ഇവിടെ. മനസ്സിലായോ? അതേസമയം ഈ മറുബോസിന് നോക്കിക്കേ. ഈ മറുബോസ് വീണതിന് ശേഷം മാർക്കറ്റ് വീണ്ടും ചെറുതായിട്ട് റിവേഴ്സ് ചെയ്തു ഇല്ലേ? തിരിച്ച് റിവേഴ്സ് ചെയ്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഒരു മറുബോസ് ഫോം ആയി കഴിഞ്ഞാൽ മറുബോസ് എവിടെ ഫോം ആവണം? ഒരു ടോപ്പിൽ നിൽക്കുന്ന മാർക്കറ്റിൽ, അതായത് മാർക്കറ്റ് ഉയരത്തിൽ നിൽക്കുന്ന മാർക്കറ്റ്, അല്ലെങ്കിൽ കുറച്ച് ട്രാവൽ ചെയ്ത് മോളിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റിൽ ഒരു മറുബോസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ആ മറുബോസിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു അല്ലേ? ഒരു ഗ്രീൻ മാർക്കറ്റ് താഴോട്ടാണ് പോയത്. അത് റെഡായിരുന്നു ഇത്. ഈ റെഡ് വിക്ക് കണ്ടോ? ഇവിടം വരെ പോയതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ എന്താണ്? ഈ മറുബോസിൻ്റെ 50% പോലും ഇത് കവറായില്ല. ശരിയല്ലേ? 50% ഇത് കവറായില്ല. ഒന്നുകിൽ എന്ത് ചെയ്യണം? ഇത് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇത് ഇൻവാലിഡ് ആകണമെന്നുണ്ടെങ്കിൽ ഈ മറുബോസ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ആവണം. ഓക്കെ, മനസ്സിലായിക്കോണം. ഈ മറുബോസ് ക്യാൻഡിലിൻ്റെ മുകളിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ആയെങ്കിൽ മാത്രമേ ഇത് ഇൻവാലിഡ് ആകത്തുള്ളൂ. അതുവരെ ഇത് വാലിഡാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഈ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു, വീണ്ടും ഒരു ചെറിയ ഗ്രീൻ ക്യാൻഡിൽ വീണു, വീണ്ടും ഒരു ഗ്രീൻ ക്യാൻഡിൽ വീണു. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത് 50% ആയി. അപ്പോൾ 50% ഇതൊരു റീട്രേസ്മെൻ്റ് എന്ന് തന്നെ പറയണം, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ് എന്ന് വേണം നമുക്ക് കണക്ക് കൂട്ടാം. ഓക്കെ, ഇതൊരു റീടെസ്റ്റ് എന്ന് വേണം കണക്ക് കൂട്ടാം. 50% വരെ വന്നതിന് ശേഷം മാർക്കറ്റ് വീണ്ടും അവിടെ നിന്ന് ഒരു ഗ്രീൻ. അപ്പോൾ നമുക്കിവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്താ സെറ്റപ്പ്? നമുക്കൊരു SL ഇടാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു ചെറിയ SL ഇടാൻ പറ്റും. എവിടെ SL ഇടാൻ പറ്റും? ഈ മറുബോസ് ക്യാൻഡിലിൻ്റെ മുകളിൽ നിങ്ങൾക്കൊരു SL ഇട്ടുകൊണ്ട് ഇവിടുന്ന് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ശരിയല്ലേ? ഇവിടുന്ന് 50% റീട്രേസ്മെൻറ്റ് നടത്തി, അല്ലെ റീടെസ്റ്റ് നടത്തി. ഈ റീടെസ്റ്റിന് വരുമ്പോൾ ഇത് ഇത്ര ഒറ്റ ക്യാൻഡിൽ വന്ന് ഇവിടുന്ന് 1, 2, 3 ക്യാൻഡിൽ വീണിട്ടും എന്ത് ചെയ്തില്ല? ഇതിൻ്റെ 50% കവർ ചെയ്ത് ക്ലോസ് ചെയ്തില്ല. അപ്പോൾ നമുക്കിവിടെ ഒരു ട്രേഡ് സെറ്റപ്പ് ഉണ്ട്. എന്താ സെറ്റപ്പ്? ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നമുക്കിവിടെ ഒരു ട്രേഡ് എടുക്കാം. അപ്പോൾ ഇവിടെ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസാണ് ഇല്ലേ? 5 പോയിൻറ്റ് 8 പോയിൻ്റ് അല്ല, മാക്സിമം നിങ്ങൾക്ക് 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാം. ട്രേഡ് പൊട്ടിയാലും ഈ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇല്ല. 10 പോയിൻ്റ് ഇല്ല ഇവിടെ, 8 പോയിൻ്റ് 7 പോയിൻ്റ് സ്റ്റോപ്പ് ലോസേ ഉള്ളൂ. അതിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ട്രേഡ് പ്ലാൻ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്ത് ഇത് മറുബോസ് വർക്ക് ചെയ്യുന്നില്ലെന്ന് അറിയാം. നമുക്ക് വാച്ച് ചെയ്യാൻ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ SL ഇട്ട് നമ്മൾ എടുത്തു. മാർക്കറ്റ് ഇവിടം വരെ വന്നു അല്ലേ? ഇവിടെ വരെ വന്നു. നമ്മുടെ SL അടിച്ചോ? ഇല്ല, അടിച്ചില്ല. ഇവിടം വരെ വന്നെങ്കിൽ ഇവിടെ നല്ല റിജക്ഷനാണ് അല്ലേ? റിജക്ഷൻ വന്ന് സുന്ദരമായിട്ട് നമുക്ക് ഈ പോയിന്റിൽ വന്നപ്പോൾ ഇത് നമുക്കിവിടെ സപ്പോർട്ട് പോയിൻ്റ് ആയത്. ഈ സപ്പോർട്ട് പോയിന്റ് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ കൂടുതൽ നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് അടുത്ത ഇവിടെ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പോയിന്റ് ഇവിടെ, അടുത്ത നമ്മുടെ ടാർഗറ്റ് പോയിന്റ് അടുത്ത ലൈനാണ്, അടുത്ത സപ്പോർട്ട് ലൈനാണ് ഇല്ലേ? അപ്പോൾ നമ്മൾ അവിടെ എക്സിറ്റ് ചെയ്തു. നമുക്ക് ഏകദേശം ഒരു 15-20 പോയിന്റ് എന്തായാലും കിട്ടി. അടുത്ത മണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 15 പോയിന്റ് 20 പോയിന്റ് സുഖമായിട്ട് ഇവിടുന്ന് വരെ കിട്ടി. ഇതാണ് ഇതിനകത്തിലെ ലോജിക്ക്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് കൂടുതലായിട്ട് വിശദീകരിച്ചറിയണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാൻ ആ വീഡിയോ ഇവിടെ ബട്ടണിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ലാസ്റ്റിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഞാൻ വെച്ചേക്കാം. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ സെറ്റപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കിനി സമയം പോകുന്നു. നമുക്ക് നാളെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് നാളെ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ഒരു ഭീകര എന്താ പറയുക, ഒരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഇന്ന് അദാനിയുടെ പ്രശ്നം കൂടെ വന്നപ്പം അദാനി 22% ഇന്ന് അദാനി എൻ്റർപ്രൈസസ് വീണത്. 22%, ഏകദേശം 12% അദാനി പോർട്ടും വീണു. ഒരു കാര്യവും ഇല്ലാത്ത കാര്യമാണ് അത്. ഒരു ആരോപണം വന്നു. ആ ആരോപണം ശരിയാണോ തെറ്റാണോ തെളിയിക്കേണ്ടത് മാർക്കറ്റിൻ്റെ ഉത്തരവാദിത്തമല്ല. അത് ആ കമ്പനിയുടെയും അല്ലാതെ ആരോപണം ഉന്നയിച്ചവരുടെയും കോടതിയുടെയൊക്കെ തീരുമാനമാണ്. അപ്പം അതിന് വരാൻ സമയങ്ങളെടുക്കും. നമുക്ക് ഇപ്പോൾ പല പ്രശ്നങ്ങൾ വന്നില്ല. ഹിൻഡൻബർഗിൻ്റെ പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ വന്നു. ഇതൊക്കെ ഒന്നും ആയില്ല. പക്ഷേ ഈ മാർക്കറ്റിന് എന്ത് ചെയ്യുക? അൺസർട്ടനിറ്റി ഇഷ്ടമല്ല. ഓക്കെ, ഒരു അസന്തുലിതാവസ്ഥ മാർക്കറ്റിന് ഇഷ്ടമല്ല. അപ്പോൾ മാർക്കറ്റിന് എപ്പോഴും ഒരു എന്താ പറയുന്നത്, ഒരു പിക്ചർ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, എന്നെങ്കിലും മാർക്കറ്റ് എങ്ങോട്ടേലും മൂവ് ചെയ്യത്തുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ തന്നെ സെബിക്കെതിരെയുള്ള അലിഗേഷൻസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കിടക്കുന്നു. അപ്പം അതുകൊണ്ട് മാർക്കറ്റ് എന്ത് ചെയ്യുന്നു? എങ്ങോട്ടും പോകാതെ എവിടേക്കാണ് ഓപ്പൺ ചെയ്ത് ആ ഏരിയയിൽ തന്നെ നെഗറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ എത്രയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്? മാർക്കറ്റ് ഇപ്പോൾ -7 ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം മാർക്കറ്റ് എങ്ങും പോയില്ല, അവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇനി ഒരു ഭീകര സെല്ലിങ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ ക്യാപ്ഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. പക്ഷെ നമുക്കത് തള്ളിക്കളയാൻ പറ്റത്തില്ല.
തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ നല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പാണ് അമേരിക്കൻ മാർക്കറ്റ് കാണുന്നത് ഇപ്പോൾ. ഇപ്പോൾ എത്ര 328 പോയിൻറ്റ് പ്ലസ്സിലാണ്. മുമ്പേ 450 പോയിൻ്റ് ആയിരുന്നു. ഇപ്പം 328 പോയിൻറ്റ് പ്ലസ്സിലാണ് ഡൗ ജോൺസ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നാസ്ഡാക്ക് നെഗറ്റീവിലാണ്. പക്ഷെങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളുടെ US മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും തമ്മിൽ ഡീകപ്പിൾഡ് ആണ്. തമ്മിൽ യാതൊരു ബന്ധവുമില്ല. സാധാരണ നേരത്തെ എന്താ US മാർക്കറ്റ് ഉയർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ നമുക്ക് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ FISൻ്റെ ഈ സെല്ലിങ്ങിൻ്റെ ഈ ഇൻറ്റൻസിറ്റി വന്നതോടുകൂടി സെല്ലിങ്ങിന് ഭയങ്കര കൂടി വന്നതോടുകൂടി നമ്മൾ ഡീകപ്പിൾഡ് ആണ്. അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിഫ്റ്റി പിന്നെ ഗ്യാപ്പ് ഡൗൺ കാണിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു. നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ നിഫ്റ്റി ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ അത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ കറക്റ്റ് ഒരു സെറ്റപ്പ് കിട്ടിയിട്ട് മാത്രമേ നമ്മളൊരു ട്രേഡ് എടുക്കാൻ പാടുള്ളൂ. നമുക്കൊരു കറക്റ്റ് ഒരു കൺവിക്ഷൻ വേണം മാർക്കറ്റ് ഓക്കെ ഈ ലെവലിൽ എത്തി. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോഴും സപ്പോർട്ടിൽ മാത്രം അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ മാത്രം നമ്മൾ ട്രേഡിനെ പറ്റി പ്ലാൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ സ്റ്റോപ്പ് ലോസ് വളരെ കുറവായിരിക്കും. നമുക്ക് പെട്ടെന്ന് വലിയ നഷ്ടമില്ലാതെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ ലാഭം കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൃത്യമായ ടാർഗറ്റുകൾ വെച്ച് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മാർക്കറ്റിൻ്റെ അവസ്ഥ ഇതൊക്കെയാണ്. അപ്പം നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കാം. അപ്പോൾ ഈ ബോക്സ് ഇങ്ങനെ തന്നെ ഇവിടെ കിടന്നോട്ടെ. ഈ ബോക്സിൻ്റെ ആവശ്യകത നമുക്കുണ്ട്. ഈ ബോക്സിനകത്ത് വീണ്ടും കയറുവാണെന്നുണ്ടെങ്കിൽ ഈ ബോക്സ് മാർക്കറ്റ് ഈ ബോക്സ് ഇവിടെ തന്നെ കിടന്നോട്ടെ, ഇതിനകത്ത് മാറ്റണ്ട. പക്ഷെങ്കിൽ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബോക്സിനകത്ത് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പം ബോക്സ് ക്യാൻസൽ ചെയ്തേക്കാം. ഓക്കെ, ബോക്സ് ക്യാൻസൽ ചെയ്തെങ്കിൽ ശരിയാകത്തില്ല. നമുക്ക് അന്നേരം മാർക്കറ്റിൽ നമുക്ക് ബോക്സ് വരയ്ക്കാം. ഓക്കെ, അത് കളഞ്ഞു. മാർക്കറ്റ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കറക്റ്റ് റേഞ്ച് കിട്ടി. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കറക്റ്റ് ചെയ്യണമെന്ന് നോക്കട്ടെ. നമ്മുടെ ഈ ലൈൻ ഒന്ന് കറക്റ്റ് എന്ന് ചെയ്തേക്കാം അല്ലേ. മാർക്കറ്റ് ഇതിങ്ങനെ നിൽക്കട്ടെ, ഇതായിരിക്കും ലൈൻ. ഓക്കെ, ഇതാണൊരു കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊരു ബ്ലൂ ലൈനാക്കാം. നമ്മൾ റേഞ്ച് എപ്പോഴും ബ്ലൂ ആയിരിക്കണം. ഓക്കെ, ഈ രണ്ടും അത് പിന്നെ വരയ്ക്കാം. അപ്പോൾ മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കുക. ഇതാണ് ഫസ്റ്റ് ടാർഗറ്റിന് നമുക്ക് ഇതുകൂടെ വന്നില്ലേ. ഇത് ഇന്നലത്തെ ഹൈ മാർക്ക് ചെയ്തിട്ടേക്കാം. ഞാൻ ഈ വരയ്ക്കുന്നതൊക്കെ നിങ്ങൾ നോക്കി പഠിച്ചണം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ അത് ഭാവിയിൽ ഗുണം ചെയ്യും. ഇത് ഈ ഒരു ഹൈ ഇത് ഇത്ര മതി, ഇത്രയും മതി. ഓക്കെ, ഈ ഒരു അടുത്ത ഫസ്റ്റ് ടാർഗറ്റ് ചെറിയ ചെറിയ ടാർഗറ്റുകളെ കാണാൻ സാധ്യതയുള്ളൂ. മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് ഇതൊക്കെ നമ്മൾ നേരത്തെ വരച്ചിട്ടേക്കുന്നത് അല്ലേ. തേർഡ് ടാർഗറ്റ് ഇത്. ഓക്കെ, ഈ 3 ടാർഗറ്റ് മുകളിലോട്ട്. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി നോക്കാം. ഇതിനകം മാർക്കറ്റ് ഈ താഴത്തെ ലൈന് കറക്റ്റ് ചെയ്യണം. നോക്കട്ടെ, താഴത്തെ ലൈൻ വേണമെങ്കിൽ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ ഒരു ശകലം. ഓക്കെ, ഇതിങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ മാർക്കറ്റ് ഞാൻ ഇതിന് വരച്ചിട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇത് നോ ട്രേഡിങ് സോണാണ്. ഓക്കെ, ഇതെങ്കിൽ വരച്ചിട്ടേക്കുന്നത് നോ ട്രേഡിങ് സോണാണ്. ഇതിന് കളർ മാറ്റണോ? വേണ്ട, നോ ട്രേഡിങ് സോണാണ്. അല്ലെങ്കിൽ ഞാനിത് ഇൻറ്റു ആക്കിയേക്കാം. ഓക്കെ, ഇത് നോ ട്രേഡിങ് സോണാണ്. മാർക്കറ്റ് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകുന്നു നോക്കിയിട്ട് മാത്രം ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങോട്ട് 5 മിനിറ്റിൻ്റെ ക്യാൻഡിലിൻ്റെ ഞാനൊന്നുകൂടെ പറയാമേ, പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് എങ്ങനെയാണ്. 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ഒന്ന് ക്ലോസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഒരു മുകളിലോട്ടൊരു ട്രേഡ് നോക്കാം. താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ടൊരു ട്രേഡ് നോക്കാം. അപ്പോൾ ഇതിനകത്തിൽ നമുക്കിനി താഴോട്ട് എങ്ങനെയാണ് ചിന്തിക്കണ്ടേ? താഴോട്ട് നമുക്ക് ഒന്ന് കറക്റ്റ് ചെയ്യണം. നമുക്ക് കറക്റ്റ് ചെയ്ത് ഇത് വേണ്ട, ഈ ലൈനിൻ്റെ ആവശ്യകത ഇത് കഴിഞ്ഞു. ഈ ലൈനിൻ്റെ ഇത് ഇൻവാലിഡായി. നമുക്കിനി താഴോട്ട് ഇത് തന്നെയാണ് താഴോട്ട്. ഓക്കെ, താഴോട്ട് ഇങ്ങോട്ട് ഇവന് മാറ്റങ്ങളൊന്നുമില്ല. നമുക്ക് ഈ ലൈൻ വേണമെന്ന് കറക്റ്റ് ചെയ്യാം. ഇങ്ങനെ നിൽക്കട്ടെ. ഇത് ഞാൻ ചുമ്മാ അത് വരയ്ക്കുന്നതല്ല കേട്ടോ, അത് എക്സ്പീരിയൻസ് കൊണ്ടാണ്. നമുക്ക് പെട്ടെന്ന് നോക്കും. ഞാൻ ഒരു ജഡ്ജിയുടെ കഥ പറഞ്ഞിട്ടില്ലേ, എങ്ങനെയാണ് ജഡ്ജി കുറ്റപത്രം വായിക്കുന്നത്. 1000 പേജ് 1200 പേജുള്ള കുറ്റപത്രങ്ങളൊക്കെയാണ് ജഡ്ജിയുടെ മുന്നിൽ സബ്മിറ്റ് ചെയ്യുന്ന പോലീസുകാർ ഇല്ലേ. ജഡ്ജി ഈ കുറ്റപത്രം മുഴുവൻ വായിച്ച് നോക്കുമോ? ഇല്ല. പക്ഷേ അതിങ്ങനെ ഓരോ പേജുകൾ ഇങ്ങനെ മറിച്ച് വായിക്കണ്ട. അവർക്കിങ്ങനെ മറിച്ച് നോക്കുമ്പോൾ അവർക്ക് അതിനകത്തിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് അവരുടെ കണ്ണിലുടക്കും. അങ്ങനെയാണ് അവർ. എൻ്റെ ഒരു സുഹൃത്ത് വക്കീലിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യമാണ്.
അപ്പോൾ അത് ഇങ്ങനെ ഈ മറിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണിൽ വേണ്ട സാധനങ്ങൾ പെട്ടെന്ന് അവരുടെ കണ്ണിൽ ഉടക്കും. അവരത് നോട്ട് ചെയ്ത് വെക്കും. എന്ന് പറഞ്ഞ പോലെയാണ് നിരന്തരമായി നമ്മൾ ചാർട്ടിലൂടെ ഇങ്ങനെ പരിചയിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒത്തിരി നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് ഉടക്കും കാര്യങ്ങൾ. അത് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഈ 4 ടാർജറ്റ് മതി. 11,994 ആയിരിക്കും നമ്മുടെ താഴോട്ടുള്ള ടാർജറ്റ്. അപ്പം ഇതിപ്പം കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ നമുക്ക് മിഡ് ക്യാപ്പിനകത്തിൽ പറയാനുള്ളത്. അപ്പം നമുക്കിനി അടുത്തത് നിഫ്റ്റിയുടെ ലെവലിലോട്ട് വരാം. നിഫ്റ്റി ഓക്കെ, നിഫ്റ്റി എന്താണ്? നിഫ്റ്റിയിൽ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സ് വാലിഡ് ബോക്സ് ആണ്. നമുക്ക് നിഫ്റ്റി ഇന്നൊരു ഭീകരമായിട്ട് താഴോട്ട് ഭീകരമായിട്ട് വന്നു. മിഡ് ക്യാപ്പൊക്കെ മുകളിലോട്ട് പോയെങ്കിലും നമ്മുടെ ഈ നിഫ്റ്റി മുകളിലോട്ട് പോയില്ല. ഇവിടെ കൺസോളിഡേഷൻ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ലൈനെ ശരിക്കും നിഫ്റ്റിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു വന്നു. അതിൻ്റെ ചുറ്റും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറയും കളിക്കുമായിരുന്നു. മാർക്കറ്റ് ഇന്ന് ചെറിയ ഗ്യാപ്പ് ഡൗണിലാണ്. ഒരു 80, 70, 60 പോയിൻ്റ് കണ്ടായിരുന്നു ഗ്യാപ്പ് ഡൗൺ ആയിരുന്നു. അതിനുശേഷം ഭീകരമായിട്ട് നേരെ താഴോട്ട് പോയിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്കൊരു AMO എല്ലാം കിട്ടുമെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. AMO അറിയാൻ വയ്യാത്തവർ AMO എങ്ങനെ ഇടണമെന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി AMOയുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, വൃത്തിയായിട്ടത് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് AMO എങ്ങനെ പ്ലേസ് ചെയ്യണം, AMO എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് അറിയാം. ഞാൻ അതും ഇവിടുത്തെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. ലാസ്റ്റിൽ ഞാൻ പിന്നെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. അതൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ AMO ഇട്ട് ചില ട്രേഡുകളൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. അതൊക്കെ ഞാനിവിടെ കൊടുത്തേക്കാം. ഓക്കെ, പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. മാർക്കറ്റ് അപ്പം ഭീകരമായിട്ട് താഴെ വന്നിട്ട് ഇവിടെ നമ്മുടെ മെയിൻ സപ്പോർട്ട് 23,346 വന്ന് സപ്പോർട്ട് എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം നമുക്കിനി നാളെ ചെയ്യേണ്ടത് ഇത് എങ്ങോട്ടേലും ബ്രേക്ക് ചെയ്യണം. ഈ ബോക്സ് ഇവിടെ തന്നെ കിടന്നോട്ടെ. ഈ ബോക്സ് കൂടുതൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താലേ അടുത്ത ലെവൽ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 23,217 നമ്മുടെ. ഞാനൊരു കാര്യം പറയാം, നിഫ്റ്റി 23,500 പൊട്ടിച്ച് നിൽക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ 23,000 വരെ പ്രതീക്ഷിക്കാം. 23,000 ഞാനൊരു വര വരച്ചിടാം. 23,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. 23,100 കഴിഞ്ഞതിന് ശേഷം 23,000 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. നിങ്ങൾ അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. അപ്പം അവിടുന്ന് എന്ത് സംഭവിക്കുന്നുള്ളത് നമ്മൾ ഇനി നോക്കിക്കാണാം. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. അതിനുശേഷം രണ്ടാമത്തെ ടാർഗറ്റ് 23,100, മൂന്നാമത്തെ ടാർഗറ്റ് 23,000. ഇതാണ് എനിക്ക് നാളത്തേക്ക് പറയാനുള്ളത്. കണ്ടറിയാം എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. ഓക്കെ, ഇതാണ് ലെവലുകൾ എനിക്ക് പറയാനുള്ളത്. എന്ത് സംഭവിക്കുന്നുള്ളത് മാർക്കറ്റിന് മാത്രമേ അറിയത്തുള്ളൂ, ദൈവം തമ്പുരാനും അറിയാം. അല്ലാതെ നമുക്ക് ആർക്കും അറിയത്തില്ല. പിന്നെ നമ്മൾ ദൈവത്തെ വിളിച്ച് വരയ്ക്കുന്നു. ഓക്കെ, അത് ഏകദേശമൊക്കെ ശരിയായി വരുന്നുണ്ട്. എന്തും ശരിയാകണമെന്നില്ല. എല്ലാത്തിനും ഒരു മറുവശമുണ്ട്. ഒരു കുന്നിനൊരു കുഴി, ഒരു രാത്രിക്ക് ഒരു പകൽ എന്ന് പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഞാൻ വരയ്ക്കുന്നത് ശരിയാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ അത് അട്ടർ ഫൂളിഷ്നെസ്സായി പോവാം. ഓക്കെ, എങ്കിലും എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ വരച്ച് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. മുകളിലോട്ട് നമുക്ക് നോക്കാം. മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ബോക്സ് ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, ഈ ബോക്സിന് മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈൻ തന്നെ ഇത് നോക്കട്ടെ. ഞാൻ ഈ ലൈൻ എന്തെങ്കിലും ഓക്കെ, അതൊരു സപ്പോർട്ട് ലൈനാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ്. അല്ല, ഇതിന് മുകളിൽ വല്ല ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ മാർക്കറ്റ് ആ സിറ്റുവേഷൻ പോലെ നിങ്ങൾ ചെയ്യുക. അടുത്ത ടാർഗറ്റ് ഇതാണ്. 23,500 പൊട്ടിച്ച് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 23,569 കാണാം. പിന്നെ അടുത്തത് ഇതൊരു മെയിൻ റെസിസ്റ്റൻസ് ആണ് 23,640. അത് പല പ്രാവശ്യം വന്ന് തിരിച്ചു പോയതാണ്. അപ്പം നമ്മുടെ മെയിൻ സംഭവം 23,640 23,000 നമ്മുടെ മെയിൻ 2 പോയിൻറ്റുകൾ. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഈ വരച്ചതെല്ലാം നിങ്ങളുടെ ചാർട്ടിന് അതിൽ വരച്ച് വെക്കുക. ഓക്കെ, 23,346, 23,350 കൂട്ടിക്കോ. 50 ഒരു പ്രധാനപ്പെട്ട 250 ആക്കട്ടെ ഞാനിത്. അപ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. 23,050. ഓക്കെ, ഓക്കെ, 23,050 നിങ്ങളുടെ അത് നിങ്ങളൊന്ന് മനസ്സിൽ കൂട്ടിച്ച് ഞാൻ കറക്റ്റ് ചെയ്തോട്ടെ.
23,350. ഓക്കെ, അതാണ് നിങ്ങളുടെ മനസ്സിലിരിക്കേണ്ടത്. അവിടെ നിന്ന് എങ്ങോട്ട് തിരിയുന്നു മാർക്കറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് എടുക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടല്ലോ. അപ്പം കൃത്യമായിട്ട് ഇന്ന് ന്യായം പാലിച്ച് ട്രേഡ് ചെയ്തവർക്ക് നല്ലപോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ന്യായത്തെ പിന്തുടരുക, അത് മാത്രമേ ഉള്ളൂ രക്ഷപ്പെടാനുള്ള. ന്യായത്തെ പിന്തുടരുക, പഠിക്കുക. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വിജയിക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. അതുകൊണ്ട് പഠിക്കുക. കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. നാളെ ഞാൻ ഫുൾ ടൈം നിങ്ങളുടെ കൂടെ കാണും. നാളെ വെള്ളിയാഴ്ചയല്ലേ, ഞാൻ കാണും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.